ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റി സംസാരിക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകിയാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ് കണ്ടൻസായി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പോൾ തന്നെ മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. സോ വെൽക്കം മെജോ, നമസ്കാരം. ഹായ് ജാക്സൺ. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ ഒരു ഏത് കരിയറിലുള്ളവർക്കും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞവർക്കാണോ, അല്ലെങ്കിൽ മറ്റേതൊക്കെ കോഴ്സുകളിലാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ളത്? ഇപ്പോൾ വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ, ബിടെക് കഴിഞ്ഞ, PG കഴിഞ്ഞ ഇങ്ങനെയുള്ള എല്ലാവർക്കും സാധിക്കും. ഈവൻ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് വരെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സാധ്യമാണെന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. ഓക്കെ. സോ ഇപ്പോൾ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഫെസിലിറ്റി വന്നിട്ട് ശരിക്കും എത്ര വർഷങ്ങളായി? കാരണം ഒത്തിരി പേര് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതിൻ്റെ പേര് 1 സിറ്റിംഗ് എന്നും അല്ലെങ്കിൽ 6 മാസം കൊണ്ടെന്നൊക്കെ ആയിരുന്നു. നിങ്ങൾ നേരത്തെ പല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒറ്റ സിറ്റിങ്ങിൽ നിങ്ങളുടെ പരീക്ഷ പഠിച്ചെഴുതൂ, 6 മാസം കൊണ്ട് ഡിപ്ലോമ നേടൂ, 6 മാസം കൊണ്ട് എൻജിനീയറിംഗ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന പരസ്യങ്ങൾ അതെല്ലാം കള്ളത്തരമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UGC അംഗീകാരത്തോടു കൂടി ചെയ്യുന്ന ഒരു രീതിയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. 2025 ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ നോക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ അവർ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കൺസൾട്ടൻസിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സാണോ? എന്താണ് ഇതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം? ഇപ്പോൾ ഇതിന് നമ്മൾ വളരെ ആധികാരികമായിട്ട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ മിനിമം 50% അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ കോഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം വീണ്ടും ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത് അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് UGCയുടെ അംഗീകാരം ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ മസ്റ്റായിട്ട് ഒന്നുകൂടെ നോക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇത് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ കരിയർ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ 50% കഴിഞ്ഞ ഒരാൾ മസ്റ്റായിട്ടും അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കുക, UGCയുടെ അംഗീകാരം ഉണ്ടോ എന്ന് നോക്കുക. അതിനോടൊപ്പം തന്നെയാണ് ഇവിടെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് അപ്രൂവൽ ഉണ്ടോ, വെളിയിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കുമോ, PSC എഴുതാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനദണ്ഡങ്ങളും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അവർ ഈ ഒരു പരിപാടിക്ക് നിൽക്കാവൂ. ഇപ്പോൾ ഒത്തിരി പേര് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ യൂസ്ഫുൾ ആവുന്നത് എനിക്ക് തോന്നുന്നത് ഗൾഫിലുള്ളവർക്കായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രമോഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തിയവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ളൊരു പൊസിഷനിൽ നിന്ന് പിന്നെ അങ്ങോട്ട് അപ്ഗ്രേഡ് കിട്ടില്ല. ആ കിട്ടണമെങ്കിൽ അവരെന്തായാലും ഒരു പാസ്സായിരിക്കണം. അവരുടെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് അവരുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് എംബസിയുടെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആൾക്ക് മാത്രമാണ് ലീഗലി പ്രൊമോഷനും അതനുസരിച്ചുള്ള വിസ സ്റ്റാറ്റസ് ഒക്കെ കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും? ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഗൾഫിൽ നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇപ്പം ഇത് ചെയ്യാനായിട്ടിരിക്കുന്നത്. കാരണം ഗൾഫിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് മറ്റൊരു പുതിയ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അവർ പഠിച്ചു കഴിഞ്ഞ് അവർക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മുന്നോട്ടൊരു പ്രൊമോഷൻ വേണമെങ്കിലോ ഇനി അല്ല മറ്റൊരു പുതിയൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് കുട്ടികൾ ഇത് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എഡ്യൂവിങ്ങിൽ സാധാരണയായിട്ട് 2 ഇൻടേക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ അത് ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ആ ഇൻടേക്കുകൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഇൻടേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് അവധിക്ക് വന്ന് എക്സാം എഴുതാൻ പറ്റുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൈറ്റായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബുക്കും അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ പോയി അവർ എക്സാം എഴുതി അതിനോടൊപ്പം തന്നെ അവരുടെ കോൺവക്കേഷനും നടത്തിയിട്ടാണ് എഡ്യൂവിങ് അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കൊരു സ്ഥാനക്കയറ്റമായിരിക്കോട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിക്കോട്ടെ എല്ലായിടത്തും അവർക്കത് സാധിക്കും.